हेलो दोस्तों, आज के हिंदी कक्षा के लिए सबको स्वागत है। मैं आपकी हिंदी अध्यापिका श्रीजिता हूँ। क्या आप सब कुशल है ना? मैं भी ठीक हूँ। बच्चों, आज हम हमारा 14वीं पाठ अर्जुन की एकाग्रता नामक एकांगी सीखेंगे। ये हमारा अंतिम पाठ है। विष्णु प्रभाकर जी की एक एकांगी है अर्जुन की एकाग्रता। इसका लेखक कौन है? अर्जुन की एकाग्रता का एकांगीकार है विष्णु प्रभाकर। बच्चों, ये एकांगी हिंदू पुराण महाभारत के आधार पर है। इससे एक छोटा सा भाग है। हस्तिनापुर के बाहर गुरु द्रोणाचार्य के गुरुकुल का दृश्य। कौरव और पांडव सब आते जा रहे हैं। पर्दा उड़ने पर भीम और अर्जुन दोनों चुपचाप बातें करते आते हैं. ഹസ്തിനപുരത്തിന് പുറത്ത് ഗുരു ദ്രോണാചാര്യരുടെ ഗുരുകുലത്തിൻ്റെ ഒരു ദൃശ്യമാണ്. കൗരവ ഓർ പാണ്ഡവ് സബ് ആത്തേ ജാ രഹേ. കൗരവരും പാണ്ഡവരും എല്ലാവരും അവിടെ വന്നും പോയി ഇരിക്കുന്നു. പർദ ഉടനെ പർ ഭീം ഓർ അർജുൻ ദോനോ ചുപ്ചാപ്പ് ബാത്തേ കർത്തേ ആത്തേ ഹെ. കർട്ടൻ ഉയരുമ്പോൾ നമ്മൾ സ്റ്റേജിൽ കാണുന്നത് ഭീമനും അർജുനനും ഒന്നും മിണ്ടാതെ നിൽക്കുന്നതാണ്. ഇത്രയാണ് നമ്മൾ ഒരു ഏകാംഗി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റിൽ കാണുന്ന കാഴ്ച. ഭീം: अर्जुन, आज मैंने दुशासन का गला पकड़कर उसे ऐसी डुबकियाँ दी कि तुम देखते तो मज़ा आ जाता. अर्जुन: ना, जोर से न बोलो, वह दुर्योधन आ गया है, सुन लो लेगा. भीम: तुम यह जानते हो कि दादा मुझे और दुर्योधन को गदा चलाने की विशेष शिक्षा के लिए द्वारका भेज रहा है. अर्जुन: सच? भीम: हाँ, कल दादा ने मुझसे कहा था बड़ा मज़ा रहेगा, वहाँ तो समुद्र है. दुर्योधन को नमक के पानी में ऐसी डुबकियाँ लगवाऊंगा कि बस हंसता रहता है. तभी गुरुजी वहाँ आते हैं. अर्जुन: चुप भैया, गुरुजी आ गए. सब गड़े होकर प्रणाम करते हैं. द्रोणाचार्य: तो तैयार हो जाओ, आज तुम्हारी तीर चलाने की परीक्षा होगी. सभी समवेत स्वर: हम सब तैयार है गुरुदेव. द्रोणाचार्य: अच्छा, तो सब पंक्ति बनाकर उधर गड़े हो जाओ. दूर एक पेड़ की ओर इशारा करते हैं. इसका अर्थ देखिए. ഹസ്തിനപുരത്തിൻ്റെ ഒരു ഗുരുകുലത്തിൻ്റെ ദൃശ്യമാണ് സ്റ്റേജിൽ. ഗുരുകുലത്തിൻ്റെ പുറത്ത് ഭീമനും അർജുനനും സംസാരിക്കുന്നുണ്ട്. എന്തോ അവർ പതിഞ്ഞ സ്വരത്തിൽ സ്വകാര്യം പറയുന്നു. ഭീം പറയുന്നു: അർജുൻ, आज मैंने दुशासन का गला पकड़कर उसे ऐसी डुबकियाँ दी कि तुम देखते तो मज़ा आ जाता. ഭീമൻ അർജുനനോട് പറയാണ്. ഭീമനും അർജുനനും ഒക്കെ നകുലൻ, സഹദേവൻ എന്നൊക്കെ പറഞ്ഞ് പാണ്ഡവരും കൗരവർ 101 ആളുകളും ഉണ്ട്. അതിൽ പാണ്ഡവർ പറയാണ്, പാണ്ഡവരിലുള്ള ഭീമൻ പറയാണ്: അർജുന, ആജ് മേനെ ദുശാസൻ കാ ഗല പകഡ്കർ. ഇന്ന് ഞാൻ ദുശാസൻ്റെ കഴുത്ത് പിടിച്ചിട്ട്, ദുശാസൻ കൗരവപ്പടയിലുള്ളവരാണ് കേട്ടോ. ദുശാസൻ്റെ കഴുത്ത് പിടിച്ച് ഉസെ ഏസി ഡുബ്കിയാൻ ദീക്കി തും ദേഖ്തേ തോ മസ ആ ജാത്താ ഹെ. ഞാൻ അവനെ കഴുത്ത് പിടിച്ച് മുക്കുന്നത് കണ്ടാൽ നിനക്ക് ഇത്രയും തമാശയായിട്ട്, കളിയായിട്ട് തോന്നും. അർജുൻ: ന ജോസെ ന ബോലോ. ഇല്ല, പതുക്കെ പറയൂ. വഹ് ദുര്യോധൻ ആഗയാ ഹെ, സുൻ ലേഖ. അവിടുന്ന് ദുര്യോധനൻ വരുന്നുണ്ട്. കൗരവരിലെ മറ്റൊരാളാണ് ദുര്യോധൻ. അവൻ വരുന്നുണ്ട്. സുൻ ലേഖ, അവൻ കേൾക്കും. ഭീം: തും യഹ് ജാൻതേ ഹോ കി ദാദാ മുझे और दुर्योधन को गदा चलाने की विशेष शिक्षा के लिए द्वारका भेज रहे हैं. ഭീമൻ അർജുനനോട് പറയാണ്: നീ അറിഞ്ഞോ, ദാദാ മുझे, ഇന്ന് മുത്തശ്ശൻ എന്നെയും ദുര്യോധനെയും ഗദ ചലാനേക്ക് വിശേഷ ശിക്ഷാക്ക് ലിയെ. ഗദ ഒരു ആയുധമാണ് അല്ലേ? ഗദ പ്രയോഗിക്കാനുള്ള വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ ഗദ കൊണ്ടുള്ള
ആയുധ പരിശീലനം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ദ്വാരകയിലേക്ക് അയക്കുന്നുണ്ട്. അർജുൻ: സച്ച്? സത്യമോ? ഭീം: ഹാം കൽ ദാദാനെ മുജ്സെ കഹാത്ത. ഇന്നലെ എന്നോട് മുത്തശ്ശൻ പറഞ്ഞിരുന്നു. ബഡാ മസ രഹേഗ. നല്ല രസമായിരിക്കും. വഹാം തോ സമുദ്ര ഹെ. അവിടെ ഒരു വലിയ സമുദ്രമുണ്ട്. ദുര്യോധൻ കോ നമക് കെ പാനി മേ ഏസി ഡുബിക്കിയ ലഘുവാവുക. ദുര്യോധനെ ഞാൻ ആ ഉപ്പ് നിറഞ്ഞ സമുദ്രത്തിൽ, എന്ന് വെച്ചാൽ ഉപ്പുവെള്ളത്തിൽ മുക്കി താഴ്ത്തും. ബസ്, അതോടുകൂടി അവൻ്റെ കഥ കഴിയും. ഹസ്താ രഹ്താ ഹെ തബി ഗുരുജി വഹാം ആത്തെ ഹെ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പോഴാണ് അവിടേക്ക് ഗുരു വരുന്നത്. ഗുരു മീൻസ് ഇവരെ വിദ്യാഭ്യാസം ചെയ്യുന്ന ഗുരു. അർജുൻ: ചുപ് ചുപ് ഭയ്യ ഗുരുജി ആകയെ. അപ്പം അർജുൻ പറയാണ്, അല്ലയോ സഹോദര മിണ്ടല്ലേ, ഗുരു വരുന്നുണ്ട്. സബ് ഗഡേ ഹോക്കർ പ്രണാം കർത്തേ ഹെ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഗുരുവിനെ വന്ദിക്കുന്നു. ഉൻക ഗുരു കോൻ തേ? അവരുടെ ഗുരുവാണ് ദ്രോണാചാര്യ. തോ തയ്യാർ ഹോ ജാവോ. എല്ലാവരും തയ്യാറാകൂ. ആജ് തുമാരി തീർ ചലാനേക്ക് പരീക്ഷ ഹോഗി. ഇന്ന് നിങ്ങളുടെ അമ്പെയ്ത്തിൻ്റെ അമ്പ് എയ്യുന്ന പരീക്ഷയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. സബി സമവേദ് സ്വർമ. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയാണ്, കുട്ടികളെല്ലാവരും ഒരേ സ്വരത്തിൽ പറയാണ്, ഹം സബ് തയ്യാർ ഹേ ഗുരുദേവ്. ഞങ്ങളെല്ലാവരും തയ്യാറാണ് ഗുരുദേവ. ദ്രോണാചാര്യ: അച്ഛ, ശരി, വളരെ നല്ലത്. തോ സബ് പങ്ക്തി ബനാക്കർ ഉദർ ഗഡേ ഹോ ജാവോ. അങ്ങനെയെങ്കിൽ നിങ്ങളെല്ലാവരും പങ്ക്തി ബനാക്കർ, ക്യൂ നിൽക്കാൻ പറഞ്ഞു. എല്ലാവരോടും വരിയായിട്ട് നിൽക്കാൻ പറഞ്ഞു. ദൂർ ഏക്ക് പേടിക്ക് ഓർ ഇഷാര കർത്തെ ഹെ. ദൂരെ ഒരു മരത്തിന് നേരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗുരുദേവൻ പറഞ്ഞു, അവിടെ നിങ്ങൾ എന്ത് ചെയ്യൂ, എല്ലാവരും വരിയായിട്ട് നിൽക്കൂ. सामने उस पेड़ पर वहाँ ऊपर एक नकली चिड़िया है. उसकी आंखों में लाल रंग के 2 रत्न लगे हुए हैं. उसकी दाहिनी आंख पर तुम्हें निशाना लगाना है. सब पंक्ति बनाते हैं. अपने अपने तीर कमान संभालते हैं. അങ്ങനെ ഗുരുദേവൻ ആ മരത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, സാമ്നെ ഉസ് പേട് പർ വഹാം ഊപ്പർ ഏക്ക് നക്കലി ചിടിയ ഹെ. നിങ്ങൾ കാണുന്ന ആ ദൂരെയുള്ള മരത്തിൽ അതിൻ്റെ മുകളിൽ കൊമ്പിൽ ഒരു നക്കലി ചിടിയുണ്ട്. ഒരു നക്കലി മീൻസ് കൃത്രിമമായിട്ട് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു പക്ഷിയുണ്ട്. ഒറിജിനലല്ല, ആർട്ടിഫിഷ്യലാണ്. ഉസ്കി ആങ്കോമേ ലാൽ രംഗ് കെ 2 രത്ന ലഗേ ഹുയേ ഹെ. അതിൻ്റെ കണ്ണുകളിൽ, 2 കണ്ണുകളിലും ചുവന്ന കളറിലുള്ള 2 രത്നങ്ങൾ വെച്ചിട്ടുണ്ട്. ഉസ്കി ദാഹിനി ആങ്ക് പർ തുമേ നിഷാന ലഗാന ഹെ. അതിൻ്റെ ദാഹിനി ആങ്ക്, റൈറ്റ് സൈഡിലുള്ള കണ്ണ്, ആ കണ്ണിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അമ്പ് അതിന് നേരെ എയ്യണം. അതിൻ്റെ റൈറ്റ് ഐയിൽ എന്ന് വെച്ചാൽ വലത്തെ അറ്റത്തുള്ള കണ്ണിൽ, വലത്തു ഭാഗത്തുള്ള കണ്ണിൽ, ആ കണ്ണിലാണ് അമ്പ് ചെയ്ത് കൊള്ളിക്കേണ്ടത് എന്ന് ഗുരുദേവൻ കുട്ടികളോട് പറഞ്ഞു. സബ് പങ്ക്തി ബനാത്തെ ഹെ. എല്ലാവരും വരിയായിട്ട് നിൽക്കുന്നു. അപ്പിനെ തീർ കമാൻ സംഭാൽത്തെ ഹെ. എല്ലാവരും അവരവരുടെ അമ്പും വില്ലും ഒക്കെ ആയിട്ട് റെഡിയായിട്ട് നിന്നു ആ പരീക്ഷ ജയിക്കാൻ വേണ്ടിയിട്ട്. ദ്രോണാചാര്യം: ശാന്ത്, ബീച്ച് മേ മത് ബോലോ. യാദ് രഖോ കേവൽ ദാഹിനി ആങ്ക് പർ ഓർ ഉസ്മേ ബി ഉസ്കി പുത്തലി പർ നിഷാന ലഗാന ഹെ. സമജ്തേ ഹോ. ദ്രോണാചാര്യ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ശാന്ത്, ബീച്ച് മേ മത് ബോലോ. എല്ലാവരും ശാന്തരാകൂ, ഇടയ്ക്ക് സംസാരിക്കരുത്. യാദ് രഖോ കേവൽ ദാഹിനി ആങ്ക് പർ ഓർ ഉസ്മേ ബി ഉസ്കി പുത്തലി പർ നിഷാന ലഗാന ഹെ. നിങ്ങൾ കേവലം ആ പക്ഷിയുടെ, ആ ആർട്ടിഫിഷ്യലായിട്ടുള്ള പക്ഷിയുടെ കണ്ണിൽ, വലത്തെ കണ്ണിൽ മാത്രമേ നിങ്ങളുടെ അമ്പ് കൊള്ളാൻ പാടുള്ളൂ. സംജ്തേ ഹോ. അതിനെ മാത്രമേ നിങ്ങൾ ലക്ഷ്യം വയ്ക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? സമവേദ് സ്വർ. എല്ലാവരും ഒരുമിച്ച്. ജി ഹാം സംജ്തേ ഹെ. മനസ്സിലായി. ദ്രോണാചാര്യൻ: അബ് ഫിർ ഏക് കർക്കെ ആഗേ ബഡോ. ദ്രോണാചാര്യർ പറഞ്ഞു, ഇനി ഓരോരുത്തരായിട്ട് മുന്നോട്ട് വരൂ. കുമാർ യുധിഷ്ഠിർ സബ്സെ പഹലെ തും ആവോ. കുമാര യുധിഷ്ഠിര, നീയാണ് ആദ്യം വരേണ്ടത്. യുധിഷ്ഠിർ: ജോ ആക്യ ഗുരുദേവ്. ഗുരുദേവ, അങ്ങയുടെ ആക്യ പോലെ. ആകെ ആത്തേ ഹെ. ഗുരുദേവ് മേൻ തയ്യാർ ഹൂം. ഗുരുദേവ, ഞാൻ തയ്യാറാണ്. ആര് പറഞ്ഞു? കോൻ കഹാ? യുധിഷ്ഠിർ. ദ്രോണാചാര്യ: ദേക്കോ കുമാർ, യഹ് മേൻ ഗഡാ ഹൂം. സാമനെ നീല ആകാശ് ഹെ, ദൂർ വഹ് പേട് ഹെ. ദ്രോണാചാര്യ യുധിഷ്ഠിരനോട് ചോദിക്കുകയാണ്, ദേക്കോ കുമാർ, അല്ലയോ കുമാര,
യഹ് മേ ഗഡാഹും ഇവിടെ ഞാൻ നിൽക്കുന്നു. സാമ്നെ നീല ആകാശ് ഹെ മുന്നിൽ അതാ നീല ആകാശം. ദൂർ വഹ് പേട് ഹെ ദൂരെ അതാ വൃക്ഷം, നീ കാണുന്നില്ലേ? യുധിഷ്ഠിർ ജി ഹാം ഗുരുജി ദൂർ വഹ് പേട് ഹെ ആ ഗുരുജി ദൂരെ ഒരു വൃക്ഷം കാണുന്നു. പേട് പർ നക്കലി ചിടിയ ഹെ മരത്തിൻ്റെ മുകളിൽ ഒരു പാവ കിളിയും ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു കിളി, ഒറിജിനലല്ല ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു കിളിയും ഉണ്ട്. ദ്രോണാചാര്യ ഹാം ക്യാ തും ഇൻ സബ്കോ ദേഖ് രഹേ ഹോ ദ്രോണാചാര്യ ചോദിക്കുന്നത് ആ നീ ഇതെല്ലാത്തിനെയും കാണുന്നുണ്ടോ? യുധിഷ്ഠിർ ഹാം ഗുരുജി മേ സബ്കോ ദേഖ് രഹാ ഹൂം ആ ഗുരുജി ഞാൻ എല്ലാവരെയും കാണുന്നുണ്ട്. ദ്രോണാചാര്യ ഗിന്ന് ഹോക്കർ തബ് കുമാർ യുധിഷ്ഠിർ തും ചിടിയ की आंख पर निशाना नहीं लगा सकते बैठ जाओ लौट आता है कुमार दुര്യോധൻ തും ആവോ ആ മറുപടി കേട്ടപ്പോൾ ദ്രോണാചാര്യർക്ക് വളരെയധികം ദുഃഖമായി. ദ്രോണാചാര്യർ യുധിഷ്ഠിറിനോട് പറഞ്ഞു, അല്ലയോ കുമാര യുധിഷ്ഠിർ, തും ചിടിയാക്കി ആങ്ക് പർ നിഷാന നെഹി ലഗാ സക്തെ നീ എല്ലാം കാണുന്നുണ്ട്, പക്ഷേ നീ ആരുടെ കണ്ണ് മാത്രം കാണുന്നില്ല? പക്ഷിയുടെ കണ്ണ് മാത്രം കാണുന്നില്ല. ബൈറ്റ് ജാവോ അതുകൊണ്ട് നീ പോയിരിക്കൂ. ലൗട്ട് ആത്താ ഹെ അവൻ തിരിച്ചു പോകുന്നു. കുമാർ ദുര്യോധൻ തും ആവോ അല്ലയോ കുമാര ദുര്യോധന അടുത്തതായിട്ട് നീ വരൂ. ദുര്യോധൻ ജി ഗുരുജി മേൻ തയ്യാർ ഹൂം ഗുരുജി ഞാൻ തയ്യാറാണ്. ദ്രോണാചാര്യൻ ക്യാ തും പേടുക്കോ ദേഖ്തേ ഹോ അപ്പോൾ ദ്രോണാചാര്യ ചോദിച്ചു, എന്താ നീ വൃക്ഷത്തെ കാണുന്നുണ്ടോ? ദുര്യോധൻ ജി ഹാം കാണുന്നുണ്ട്. മേ ഇൻ സബ് ഭായിയോങ്കോ ദേഖ് രഹാ ഹൂം കൂടാതെ ഞാൻ ഈ എല്ലാ സഹോദരന്മാരെയും കാണുന്നുണ്ട്. ആപ്കോ ബി ദേഖ് രഹാ ഹൂം താങ്കളെയും കാണുന്നുണ്ട്. ആസ്മാൻ ബി ദേഖ് രഹാ ഹൂം ആകാശവും കാണുന്നുണ്ട്. ദൂർ ഉസ് പേടുക്കോ ഓർ ഉസ് പർ ബൈറ്റി ഹുയി ചിടിയാക്കോ ബി ദേഖ് രഹാ ഹൂം ദൂരെ ആ വൃക്ഷത്തെയും ആ വൃക്ഷത്തിന് മുകളിലിരിക്കുന്ന പക്ഷിയെയും ഞാൻ കാണുന്നുണ്ട്. ദ്രോണാചാര്യ തും ബി അപ്പിനെ സ്ഥാൻ പർ ജാക്കർ ബൈട്ടോ കുമാർ ഭീം തും ആവോ നീയും നിൻ്റെ സ്ഥാനത്ത് പോയിരുന്നോ, എന്നിട്ട് അടുത്ത ആള് ഭീമ നീ തിരിച്ചു വരൂ, നീ വരൂ. ഭീം മേം തയ്യാർ ഹൂം ഗുരുദേവ് മേ ആപ് സബ് ലോഗോं को आकाश में ये जो बड़े बड़े मेघ घुमड़ रहे हो और पेड़ है व उसके क्वार्टर में एक बिलाव भी घूम रहा है मैं सभी को देख रहा हूँ. ഭീമൻ പറഞ്ഞു, മേ തയ്യാർ ഹൂം ഗുരുദേവ് ഞാൻ റെഡിയാണ് ഗുരുദേവ. മേ ആപ് സബ് ലോഗോങ്കോ ഞാൻ നിങ്ങളെല്ലാവരെയും കാണുന്നുണ്ട്. ആകാശത്തെയും കാണുന്നുണ്ട്. ആകാശ് മേ യേ ജോ ബഡേ ബഡേ മേഘ് ഗുമഡ് രഹേ ഹേ ആകാശത്തിൽ വലിയ മേഘങ്ങൾ ഉരുണ്ടുകൂടുന്നതും കാണുന്നുണ്ട്. പേട് ഹേ അവിടെ ഒരു വൃക്ഷവും കാണുന്നുണ്ട്. വാവുസ്കെ കോട്ടർമേ എക്ക് ബിലാവ് ബി ഗൂം രഹാ ഹേ ആ വൃക്ഷത്തിൻ്റെ ചുറ്റും ഒരു പൂച്ച ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നു, അതും കാണുന്നുണ്ട്. മേ സബി കോ ദേഖ് രഹാ ഹൂ ഞാൻ എല്ലാവരെയും കാണുന്നുണ്ട്. ദ്രോണാചാര്യ അച്ഛാ തോ തും ഉൻ ദോനോ കെ പാസ് ജാക്കർ ബൈട്ടോ അങ്ങനെയെങ്കിൽ നീയും ആ ഇരിക്കുന്ന രണ്ടുപേരുടെ കൂടെ പോയിരിക്കൂ. ക്യോം കുമാർ ദുശാസൻ തുമാരി ദൃഷ്ടി തോ ബഹുത്ത് തേസ് ഹേ തും ക്യാ ദേഖ് രഹേ ഹോ ഇനി അടുത്ത ആളെ വിളിച്ചു. ക്യോം കുമാർ ദുശാസനെ വിളിച്ചിട്ട് പറഞ്ഞു, തുമാരി ദൃഷ്ടി തോ ബഹുത്ത് തേസ് ഹേ നിൻ്റെ കാഴ്ച വളരെ തീഷ്ണതയേറിയതാണ്. തും ക്യാ ദേഖ് രഹേ ഹോ അങ്ങനെയെങ്കിൽ നീ എന്താണ് അവിടെ കാണുന്നത്? ദുശാസൻ മേം തോ ഗുരുദേവ് വഹാം തക്ക് ദേഖ് രഹാ ഹൂ ജഹാം പർ ജമീൻ ഓർ ആസ്മാൻ മിൽത്തെ നസർ ആ രഹേ ഹേ ഞാൻ അവിടം വരെ കാണുന്നുണ്ട് ഗുരുദേവ. എന്താണ് ഞാൻ കാണുന്നത്? ഞാൻ കാണുന്നു അവിടെ ഭൂമിയും ആകാശവും തമ്മിൽ തൊട്ട് കൂടുന്നത് പോലെ അല്ലെങ്കിൽ കൂട്ടിമുട്ടുന്ന ആ കാഴ്ച വരെ ഞാൻ കാണുന്നുണ്ട്. അത്രയും അകലെ ഞാൻ കാഴ്ച കാണുന്നുണ്ട്. ദ്രോണാചാര്യ തബ് തും ബി ബൈറ്റ് ജാവോ അങ്ങനെയെങ്കിൽ നീയും അവിടെ പോയി ഇരിക്കൂ. അർജുൻ തും ഉടോ ഇനി അടുത്ത ആളെ വിളിച്ചു. അർജുൻ നീ എഴുന്നേറ്റ് വരൂ. ബത്താവോ തും ക്യാ ദേഖ്തേ ഹോ നീ എന്തൊക്കെയാ കാണുന്നത് അർജുന? അർജുൻ ഗുരുജി മേം ന ആകാശ് കോ ദേഖ്താ ഹോ ന പേട് കോ മുझे तो केवल एक चिड़िया दिखाई देती है आप आज्ञा दीजिए ഗുരുദേവനോട് അർജുൻ പറഞ്ഞു, ഞാൻ ആകാശത്തെയും കാണുന്നില്ല മരത്തെയും കാണുന്നില്ല, കേവലം ഞാൻ ആ പക്ഷിയെ മാത്രമാണ് അവിടെ കാണുന്നത്. ആ ആജ്ഞ ദീജിയെ താങ്കൾ ആജ്ഞാപിച്ചാലും. ദ്രോണാചാര്യ ക്യാ എന്ത്? ക്യാ തും കേവൽ ചിടിയാക്കോ ദേഖ്തേ ഹോ നീ കേവലം ആ പക്ഷിയെ മാത്രമാണോ കാണുന്നത്? അർജുൻ ഗുരുജി അബ് ചിടിയ ബി നഹി ദിഖായി ദേ രഹി
ഗുരുജി ഞാനിപ്പോൾ പക്ഷിയെയും കാണുന്നില്ല. മുझे सिर्फ दो लाल तारे वहाँ टिमटिमाते हुए दिखाई दे रहे हैं. ഞാനവിടെ വെറും 2 ചുവന്ന കളറിലുള്ള നക്ഷത്രങ്ങളെപ്പോലെ മിന്നിത്തിളങ്ങുന്നത് മാത്രമാണ് കാണുന്നത്. ദ്രോണാചാര്യ സച്ച് സത്യം. അർജുൻ അബ് തോ ഉൻമേ ബി ഏക് രഹ് ഗയ ഇപ്പോൾ അതിലൊന്നിനെ മാത്രമേ കാണുന്നുള്ളൂ. ദ്രോണാചാര്യ തോ ബേട്ട ഉസി കോ ബീന്ത് അങ്ങനെയെങ്കിൽ മകനെ അതിനു നേരെ ഉന്നം വയ്ക്കൂ. അർജുൻ ജോ ആജ്ഞ അർജുൻ ആജ്ഞ പോലെ. വഹ് കമാൻ ഗീഞ്ച്താ ഹെ അവൻ്റെ ധനുസ് വലിച്ചു. ഭീം ചില്ലാക്കർ ഭീമൻ ഒച്ച വെച്ചു. ചിടിയ ഗിർ ഗയി അതാ ചിടിയ വീണിരിക്കുന്നു. ഭാഗത്താ ഹുവാ ഹാ 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 ഇസ്കി ദാഹിനി ആങ്ക് തീർ സെ ബിന്ദി ഹേ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ എന്താണ് അവൻ കണ്ടത്? ഭീമൻ അവൻ്റെ അർജുനൻ്റെ അമ്പ് കൊണ്ട് ആ പക്ഷിയുടെ കണ്ണിൽ കറക്റ്റായിട്ട് ആ പോയിന്റിൽ തന്നെ ചെന്നു പതിച്ചിരിക്കുന്നു. ചിടിയാക്കോ ഉടാക്കർ ലാത്താഹേ ആ പക്ഷി അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നു. യുധിഷ്ഠിർ വാ അർജുൻ തും തോ ആജ് കമാൽ കർ ദിയ യുധിഷ്ഠിരൻ പറഞ്ഞു, അല്ലയോ അർജുന, നീയാണ് ഇന്നിവിടെ ഇന്ദ്രജാലം കാണിച്ചത്. കമാൽ മീൻസ് സാമർത്ഥ്യം, കൗശലം കർത്തുണ്ട്. കമാല് മായാജാലം കാണിച്ചിരിക്കുന്നു. ദ്രോണാചാര്യ ഷബാഷ് ബേട്ട ദ്രോണാചാര്യരും അവനെ ഷബാഷ് ചെയ്തു, എന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിച്ചു. തൂ ഹി മേരാ സച്ച ശിഷ്യേ നീയാണ് എൻ്റെ യഥാർത്ഥ ശിഷ്യൻ. തൂനെ മേരി ലാജ് രഗീലി മേം തുമേ വരദാൻ ദേത്താ ഹൂം കി തീർ ചലാനെ കി വിദ്യ മേ കോയി തുംസെ ന ബഡ് സകേഗ ഞാൻ നിനക്ക് വരം നൽകുന്നു, അല്ലെങ്കിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. അമ്പെയ്ത്ത് വിദ്യയിൽ നിന്നെ തോൽപ്പിക്കാൻ മറ്റാർക്കും ആവില്ല. ചാത്തീസെ ലഗാത്തെ ഹേ എന്നിട്ട് അവനെ നെഞ്ചോട് ചേർക്കുന്നു, ആശ്ലേഷിക്കുന്നു. ദുശാസൻ ദേഖ് ലേ ഭയ്യ ഗുരുജി അർജുൻ കി കിത്തനി ഹിമായത്ത് കർത്തേ ഹേ ഹമേം തീർ തക്ക് നെഹി ചലാനെ ദിയ ദുശാസൻ പറഞ്ഞു, ദേഖ് ലോ ഭയ്യ നോക്കൂ സഹോദര, ഗുരുജി അർജുൻ കി കിത്തനി ഹിമായത്ത് കർത്തേ ഹേ ഈ ഗുരുദേവൻ അർജുനനെ എത്ര പക്ഷപാതമാണ് കാണിക്കുന്നത് എന്ന് വെച്ചാൽ അവനോട് പക്ഷപാതം കാണിക്കുന്നു. ഹമേം തീർ തക്ക് നെഹി ചലാനെ ദിയ നമ്മളെ അമ്പ് എയ്യാൻ പോലും സമ്മതിച്ചിട്ടില്ല. ദുര്യോധൻ മേ സബ് കുച്ച് ജാൻതാ ഹൂം ദുര്യോധൻ പറയും, ഞാനെല്ലാം അറിയുന്നു. തും ചിന്താ മത് കരോ നീ അതിനെപ്പറ്റി ചിന്തിക്കണ്ട. മേ കർണ ഔർ അശ്വത്ഥാത്മാക്കോ അപ്പിനെ സാത്ത് രേക്കൂങ്ക ഞാൻ കർണനെയും അശ്വത്ഥാത്മാവിനെയും അത് വേറെ അവരുടെ കൂടെയുള്ള ആളുകളാണ് കേട്ടോ കൂടെ നിർത്തും. തബ് ദേക്കൂങ്ക അർജുൻ കൈസെ ആകെ ബഡ്താ ഹേ അപ്പം നമുക്ക് നോക്കാം അർജുന എങ്ങനെ മുന്നോട്ട് പോകുമെന്ന്. ഏക് തരഫ് ഗുരുജി ഔർ അർജുൻ ജാത്തെ ഹേ ഗുരുജിയും അർജുനനും ഒരു ഭാഗത്തേക്ക് പോകുന്നു. പർദ ഗിർത്താ ഹേ അതോടുകൂടി ഏകാംഗി അവസാനിക്കുന്നു, കർട്ടൻ വീഴുന്നു. समझ गया है आपको बच्चों? आपको ये एकांगी समझ गई है तो आप आपके शब्दार्थ लिखिए. फर्स्ट वर्ड विशेष. विशेष का अर्थ है घास, स्पेशल. मेघ बादल, नजर दृष्टि, हिमायत पक्षपात तरफदारी. ये शब्द और अर्थ आपके नोटबुक में लिखिए. देन अगला कार्य है बताइए. आंसर ओरली. फर्स्ट क्वेश्चन भीम ने अर्जुन को क्या करने से मना किया? ഭീമൻ അർജുനനെ എന്ത് ചെയ്യുന്നതിൽ നിന്നാണ് തടസ്സപ്പെടുത്തിയത്? इसका उत्तर है भीम अर्जुन को जोर से बोलने को मना करता है. ഭീമൻ അർജുനനെ ഉറക്കെ സംസാരിക്കുന്നതിൽ നിന്നാണ് വിലക്കിയത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഭീം നെ അർജുൻ കോ ക്യാ സൂചന ദി? ഭീമൻ അർജുനന് എന്ത് സൂചനയാണ് നൽകിയത്? इसका उत्तर है दादा भीम और दुर्योधन को गदा चलाने की शिक्षा के लिए द्वारका भेज रहे हैं. ഗുരുദേവൻ ഭീമനെയും ദുര്യോധനെയും ഗദ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി ദ്വാരകയിലേക്ക് അയക്കുന്നുണ്ട് എന്നുള്ള സൂചനയാണ് നൽകിയത്. തേർഡ് വൺ ഗുരുജി കേസി പരീക്ഷ ലേ രഹേത്തെ. ഗുരുജി എങ്ങനെയുള്ള പരീക്ഷയാണ് അവർക്ക് എടുത്തത്? इसका उत्तर है गुरुजी
തീർ ചലാനേക്ക് പരീക്ഷ ലേ രഹേ തെ. ഗുരുജി അമ്പ് എയ്യാനുള്ള പരീക്ഷയാണ് എടുത്തത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഗുരുജി ने परीक्षा के लिए शिष्यों को क्या दिखाया? ഗുരുജി പരീക്ഷയ്ക്ക് വേണ്ടി ശിഷ്യന്മാർക്ക് എന്താണ് കാണിച്ചു കൊടുത്തത്? इसका उत्तर है गुरुजी परीक्षा के लिए शिष्यों को नकली चिड़िया दिखाया. ഗുരുജി പരീക്ഷയ്ക്ക് വേണ്ടി ശിഷ്യന്മാർക്ക് ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ബേർഡിനെയാണ് കാണിച്ചു കൊടുത്തത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അർജുൻ കോ ക്യാ ദിഖായി ദേ രഹാ താ? അർജുനൻ എന്താണ് അവിടെ കണ്ടത്? इसका उत्तर है അർജുൻ കോ ചിടിയ കി ആങ്ക് ദിഖായി ദേ രഹി തി. അർജുൻ പക്ഷിയുടെ കണ്ണുകൾ മാത്രമാണ് കണ്ടിരുന്നത്. इसका उत्तर भी आप आपके नोटबुक में लिखिए. देन अगला कार्य है श्रवण कौशल. श्रवण कौशल लिखते समय आपके टेक्स्ट बुक के बैक पेज पर दिए गए पैराग्राफ को पढ़कर इसका उत्तर लिखिए. अर्जुन की एकाग्रता. भीम चिल्लाकर बोला, चिड़िया गिर गई, इसकी दाहिनी आंख तीर से बिंदी है. वाह वाह अर्जुन, तुम तो आज कमाल कर दिया. द्रोणाचार्य बोले, शाबाश बेटा, तू ही मेरा सच्चा शिष्य है. तूने मेरी लाज रख ली. मैं तुम्हें वरदान देता हूँ कि तीर चलाने की विद्या में कोई तुमसे न बढ़ सकेगा. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഭീം ക്യോം ചില്ലായ? ഭീമൻ എന്തുകൊണ്ടാണ് അവിടെ ശബ്ദമുണ്ടാക്കിയത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ചിടിയ കി കോൻസി ആങ്ക് ബിന്ദി തി? ചിടിയയുടെ ഏത് കണ്ണിനാണ് അത് അമ്പ് തറച്ചത്? തേർഡ് വൺ, വ കമാൽ കിസ്നെ കിയാത്ത? ആ ഇന്ദ്രജാലം ആരാണ് ചെയ്തത്? ഗുരുദ്രോണനെ അർജുൻ കോ വരദാൻ ക്യോം ദിയ? എന്തുകൊണ്ടാണ് ഗുരു ദ്രോണാചാര്യർ അർജുനന് അനുഗ്രഹം നൽകിയത്? इसका उत्तर भी आप आपके नोटबुक में लिखिए. देन अगला कार्य है विचार कौशल, थिंकिंग स्किल्स. क्वेश्चन, आप किस पात्र की भूमिका से प्रभावित हैं और क्यों? स्पष्ट कीजिए. നിങ്ങൾ ഏത് കഥാപാത്രമാണ് നിങ്ങളെ വളരെയധികം സ്വാധീനിച്ചത്? അതിനെക്കുറിച്ച് സ്പഷ്ടമാക്കി എഴുതുക. സ്പഷ്ടമാക്കിയാലും. इसका उत्तर भी आप आपके नोटबुक में लिखिए. इसका उत्तर देखिए, मैं अर्जुन की भूमिका से सबसे अधिक प्रभावित हूँ. ഞാൻ അർജുനൻ്റെ കഥാപാത്രമാണ് എന്നെ വളരെയധികം സ്വാധീനിച്ചത്. വഹ് ഹർ ബാത്ത് കോ ഗംഭീരത സെ ലേത്ത ഹെ. അദ്ദേഹം എല്ലാ കാര്യങ്ങളെയും വളരെ ഗൗരവമായിട്ടാണ് എടുത്തത്. ഏകാംഗി കെ പ്രാരംഭ മേം ഭീം ഭീം ദ്വാര അനുചിത് ബോൽനെ പർ ഉസെ സംജാത്ത ഹെ. ഈ ഏകാംഗിയുടെ ആരംഭത്തിൽ ഭീമൻ ഒരു ചീത്ത കാര്യം പറഞ്ഞപ്പോൾ അതിനെ വിലക്കിയിരുന്നു അർജുനൻ. ബാദ് മേം ഭി അന്യ ശിഷ്യ അപ്നെ കർത്തവ്യ മാർഗ് പർ സഹി ദൃഷ്ടി നഹി രഖ്തെ. പിന്നീട് മറ്റുള്ള ശിഷ്യന്മാർ അവരുടെ ഉത്തരവാദിത്വത്തിലെ ആ വഴിയിൽ അവർ അതിന് കാഴ്ച നൽകാതെ पर अर्जुन की नज़र अपने लक्ष्य पर भी वह एकदम दत्तचित्त होकर जो पाता है उसी पर नज़र ഗഡായെ തെ. അദ്ദേഹം എന്തിലാണോ ശ്രദ്ധ പതിപ്പിച്ചത് ആ കാര്യത്തിൽ കണ്ടിട്ട് മറ്റുള്ള കുട്ടികൾ ആകെ ആശ്ചര്യപ്പെട്ടു പോയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഗുരുജി കുട്ടികളോട് ആ പക്ഷിയുടെ കണ്ണുകൾ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറഞ്ഞു. പക്ഷേ മറ്റുള്ള കുട്ടികളെല്ലാവരും ആ പക്ഷിയുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായ അതിനോട് ചുറ്റിപ്പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലുമാണ് അവരുടെ ശ്രദ്ധ പോയത്. പക്ഷെ അർജുനൻ മാത്രം ഗുരു പറഞ്ഞതുപോലെ ആ പക്ഷിയുടെ കണ്ണുകളിൽ മാത്രമാണ് ശ്രദ്ധ പതിപ്പിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പരീക്ഷയിൽ വിജയിക്കാൻ കഴിഞ്ഞത്. അന്യ കുച്ചിക്കോ ദേഖ്താ ഹി നഹി ഹെ. മറ്റുള്ള കുട്ടികൾ മറ്റു പല കാര്യങ്ങളും കണ്ട പോലെ അർജുനൻ മറ്റുള്ള കാര്യങ്ങളിലൊന്നും ശ്രദ്ധ കൊടുത്തില്ല. ഇസി കാരൻ ഉസ്നെ സഫലത തോ പായി ഹി ഹെ. അക്കാരണത്താൽ അദ്ദേഹത്തിന് വിജയം നേടി. ഗുരുസെ വരദാൻ ബി പായ. അങ്ങനെ ഗുരുവിൽ നിന്ന് അനുഗ്രഹവും കിട്ടി. ഹം സബ്കോ ബി ലക്ഷ്യ നിർദ്ധാരിത കർണ ചാഹി. ഇതുപോലെ നമ്മളെല്ലാവരും നമ്മുടെ ലക്ഷ്യം നേടണം. ഉസെ പ്രാപ്ത് കർണേക്ക പ്രയാസ് കർണ ചാഹി. അതുപോലെ ആ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും കഠിന പ്രയത്നം ചെയ്യുക തന്നെ വേണം. इसका उत्तर भी आप आपके नोटबुक में लिखिए. बच्चों, आज पढ़े गए सभी कार्य आपको समझ गया है? हाँ, समझे है तो अच्छी तरह पढ़िए.
इतना होकर आज की कक्षा समाप्त करती हूँ। धन्यवाद।